നമ്മുടെ നാട്ടിൽ നിന്ന് ചെറുപ്പക്കാർ മാത്രമല്ല, യുവതികൾ പ്രത്യേകിച്ചും വിദ്യാർത്ഥിനികൾ ധാരാളമായി വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്നു. ഒരു വർഷത്തിൽ 6 മാസം സൂര്യപ്രകാശം കാണാത്ത കാനഡ പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് ചെറുപ്പക്കാരുടെ ഒഴുക്കാണ്. അതിന്റെ കാരണം കേരളത്തിൽ നിന്നാൽ അവർക്ക് ജീവിക്കാൻ കഴിയില്ല, പഠിക്കാൻ കഴിയില്ല, മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള വിശ്വാസത്തോടെയാണ്. ഇവിടെ നാടിന്റെ സ്ഥിതി എന്താണ്? നമുക്കൊരു പുതിയ കേരളം ഉണ്ടാകണം. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടാകണം. ആരും മനഃപൂർവ്വം വിചാരിച്ചിട്ടല്ല വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നത്, ജോലി തേടുന്നത്. തങ്ങളുടെ അച്ഛനെയും അമ്മയെയും ബന്ധുമിത്രാദികളെയും വിട്ട് വിദേശങ്ങളിലേക്ക് പോകുന്നത് മറ്റു മാർഗമില്ലാത്തത് കൊണ്ടാണ്. പുതിയൊരു കേരളം ഉണ്ടാകണം, സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു കേരളം, വിലക്കയറ്റമില്ലാത്ത ഒരു കേരളം, തൊഴിലില്ലായ്മ ഇല്ലാത്ത ഒരു കേരളം, ജനങ്ങൾക്ക് മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു കേരളം. ആ കേരളത്തിന് വേണ്ടിയാണ് UDF നിലകൊള്ളുന്നത്. ആ ഒരു കേരളം ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടത്. ഈ നാട്ടിൽ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും അവരെ പോലുള്ള നവോത്ഥാന നായകന്മാരും ഉയർത്തിപ്പിടിച്ച മഹത്തായ മതേതരത്വത്തിന്റെ മൂല്യങ്ങൾ നിലനിർത്താനും മുന്നോട്ട് പോകാനും കഴിയുന്ന ഒരു സംസ്കാരം കേരളത്തിൽ ഉയർത്തിപ്പിടിക്കണം. മൂല്യാധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയം ഉണ്ടാകണം. അഴിമതിരഹിതമായ ഒരു കേരളം ഉണ്ടാകണം. സംഘർഷങ്ങൾക്കും പോരാട്ടങ്ങൾക്കും അല്ല ഈ കേരളത്തിന്റെ മണ്ണ് എന്ന് നമ്മൾ ഉയർത്തിപ്പിടിക്കുക എന്ന് നമ്മൾ ഉറക്കെ പറയാൻ നമുക്ക് കഴിയണം. സമാധാനത്തോടെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന, കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കുന്ന, മാന്യമായി ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥാവിശേഷം കേരളത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ 7.5 വർഷക്കാലത്തെ ഈ ഭരണത്തിന് അത് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അഴിമതിയും സ്വജനപക്ഷപാതവും കൊണ്ട് ജനങ്ങൾ മടുക്കുന്നു. ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾക്ക് മാത്രമേ കേരളത്തിൽ ജോലി കിട്ടൂ എന്ന അവസ്ഥ. ഏറ്റവും വലിയ തൊഴിൽദാതാവായ PSC പോലും ഇന്ന് രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു. പിന്നെ എങ്ങനെ ചെറുപ്പക്കാർ മുന്നോട്ട് പോകും? നിരാശ ബാധിച്ച കേരളത്തിലെ യുവസമൂഹം, നിരാശ ബാധിച്ച കേരളത്തിലെ കർഷകർ, നിരാശ ബാധിച്ച കേരളത്തിലെ തൊഴിലാളികൾ, സാധാരണക്കാർ, അവർക്കെല്ലാം വേണ്ടിയാണ് UDF നിലകൊള്ളുന്നത്. ആ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നയിക്കുന്ന ഈ സമരാജ്ഞിക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത